ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ചെങ്കൽ ശിവക്ഷേത്രത്തിലാണ്. അതായത് വിഴിഞ്ഞം പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേനും സമയം ഒത്തിരി ലേറ്റായിരുന്നു കേട്ടോ. ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് അങ്ങനെ ഒരുപാട് സമയം പോയി. 8 മണിക്ക് അമ്പലം അടയ്ക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 8 മണിക്ക് എത്താൻ പറ്റില്ല. ഞങ്ങൾ 8:30 മണിയായി അവിടെ എത്തിയപ്പോഴത്തേനും. അതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുവാനും പറ്റിയില്ല, ഞങ്ങൾക്ക് ശിവലിംഗത്തിനകത്തുള്ള കാഴ്ചകൾ കയറി കാണാനും പറ്റിയില്ല കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇത്രയും ദൂരം ചെന്നിട്ട് അവിടെ തൊഴുവാൻ പറ്റിയില്ലല്ലോ, അല്ല അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ ശിവലിംഗത്തിനകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാണ് പോയത്. അപ്പം ചിലപ്പം കയറാൻ പറ്റിയാലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവിടെയും സമയം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. കണ്ട് ഇവിടുത്തെ ഏറ്റവും അത്ഭുതകരമായ കാഴ്ചയെന്ന് പറയുന്നത് ഇതേ വലിയ ശിവലിംഗമാണ്. അതുപോലെ ഹനുമാൻ സ്വാമിയായിട്ട് അതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതാണ് ഏറ്റവും ഭയങ്കരമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ട് എങ്കിൽ നമ്മളെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തോട്ടാണ്. കണ്ടോ, ഭഗവാന്റെ വലിയ തൃശൂലവും ആ ഡമരുവും കൂടി ചേർത്ത് വലിയൊരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തോട്ട് പോവാം. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ചെന്നാലും നമുക്ക് ഭഗവാന്റെ ഈ ശിവലിംഗവും എല്ലാം അവിടെ നിന്നും കാണാൻ പറ്റും കേട്ടോ. പക്ഷേ അതിനകത്ത് കയറി കാഴ്ചകൾ കാണുന്നതാണ് കുറച്ചും കൂടെ രസമുള്ള കാര്യം. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണേ. കടകളും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുന്ന സൈഡിൽ കേട്ടോ, നമുക്ക് അടുത്ത സൈഡിൽ കടകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ എല്ലാം അടച്ചു പോയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴവിടെ ചെന്നപ്പോൾ ഓൾറെഡി സമയം കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് നോക്കി. പിന്നെ കൊച്ചുങ്ങളുണ്ടല്ലോ, അവർക്ക് സ്ഥലം കിട്ടിയാലുള്ള കാര്യം അറിയാമല്ലോ. അവർ അവിടെ ഇവിടെ ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ നടന്നു പോന്നു. കണ്ടില്ലേ, അവർ ഓട്ടവും ബഹളമായിരുന്നു അവരവിടെ സ്ഥലം കിട്ടിയതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വന്നു. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഇടയ്ക്ക് വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഒരു ചുമ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ജലദോഷം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതിന് എല്ലാവരും ക്ഷമിക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ കയറി. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വിഴിഞ്ഞത്തേക്കാണ് കേട്ടോ. അവിടുന്ന് വളരെ കുറച്ച് ദൂരമേ വിഴിഞ്ഞത്തേക്കുള്ളായിരുന്നു. വിഴിഞ്ഞത്ത് ചെന്ന് ഞങ്ങൾ അറഫ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. പക്ഷേ ഞങ്ങൾ മുമ്പ് ഒരു 6-7 മാസം മുമ്പ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ അപ്പം കയറിയ സ്ഥലത്തല്ല ഇപ്പം പോയത്. അവിടുത്തെ ഫുഡ് വെച്ച് കമ്പയർ ചെയ്താൽ ഇവിടുത്തെ ഫുഡ് അത്ര കൊള്ളില്ലായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിരുന്നു. കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തു. പക്ഷേ അവിടുത്തെ അത്രയും ടേസ്റ്റി ഫുഡെന്ന് പറയാം. എങ്കിലും കണവ റോസ്റ്റും മീൻ മുട്ടയും ഒക്കെ ഓർഡർ ചെയ്തു. പുട്ടും പൊറോട്ടയൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ മീനിൻ്റെ ഗ്രേവി ഉണ്ട് നമുക്ക് അതിൻ്റെ കൂടെ. ഭയങ്കര ടേസ്റ്റി ഫുഡൊന്നും പറയാനില്ല, എങ്കിലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. മീൻ കൊണ്ടിട്ട് വിൽക്കുന്നുണ്ട്. അവിടെയും നല്ല ആളാണ് കേട്ടോ, മീൻ വാങ്ങിക്കാനും അത് നോക്കാനും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഹോട്ടൽസാണ് കേട്ടോ. ഒരുപാട് അടുത്തടുത്ത് ഹോട്ടൽസ് ഉണ്ട്. പക്ഷേ ഇതിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. എല്ലാത്തിലും നിറച്ച ആൾക്കാരാണ്. ആൾക്കാർ പുറത്ത് വെയിറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ചെയ്തതാണ് ഹോട്ടൽ അറഫ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഇരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഹാർബറിൻ്റെ കാഴ്ചകളും ലൈറ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ചധികം സമയം നമ്മൾ അവിടെ ഇരുന്നു, ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്ത്. ഫുഡൊക്കെ വന്നു. കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിരുന്നു. പൊറോട്ടയും പുട്ടും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പൊറോട്ട അല്ല കഴിച്ചത്, ഞാൻ പുട്ടാണ് കേട്ടോ കഴിച്ചത്. പുട്ടും മീനിൻ്റെ ഗ്രേവിയും കൂട്ടി കഴിച്ചു. പിന്നെ കണവ റോസ്റ്റും അത് മീൻ മുട്ടയൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം നമ്മൾ ഫോട്ടോസും ഒക്കെ പിടിച്ചു. ഫോട്ടോസും വീഡിയോ ഒക്കെ പിടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ നേരെ നമ്മളെ വണ്ടി കിടക്കുന്നിടത്തേക്ക് പോയി നടന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ലേബൽ ഫ്രണ്ടിൽ ഇനിയുള്ള വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്.